അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. നേരത്തെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ചെറുകിട ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരംഭകർക്കുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുള്ള സാമ്പത്തിക കാര്യങ്ങളിലും അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ആ ഒരു സെക്ഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്നിനി പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ജസ്മൽ അലി CP ആണ്. അദ്ദേഹം 15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ ഫൈനാൻസ് മാനേജറായി പ്രവർത്തിച്ച പരിചയം, അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് അന്ന് സംസാരിച്ചതിൻ്റെ, കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതിൻ്റെ തുടർച്ച എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. സാറ്, നിങ്ങളെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ചു, പിന്നെ ഒരു ബിസിനസ്സിലെ ആരോഗ്യസ്ഥിതി ഒരു എൻ്റർപ്രണർ എന്തായാലും അറിഞ്ഞിരിക്കണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തിക സൂചകങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം, ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അങ്ങനെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകുന്നത്, പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ടെക്നോളജി വളരെയധികം ഡെവലപ്ഡായ ഒരു സമയമാണ്. അപ്പോൾ ഈ ബിസിനസ്സുകളിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അത് എത്ര കണ്ട് നമുക്ക് ബിസിനസ്സുകളിൽ അതിന് ഉപകാരപ്പെടും എന്ന് പറയാം? പിന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ ഒരു വലിയ ആശങ്കയ്ക്ക് ശരിക്ക് ഒരു സൊല്യൂഷനാണ് ആക്ച്വലി. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളത് അത് പഠിച്ച ആളുകൾക്ക് മാത്രം സാധ്യമാവുന്ന ഒരു കാലമായിരുന്നു. അതെ. ഇപ്പോഴത്തേത് ഇപ്പോൾ എന്ന് പറയുന്നാൽ പിന്നെ ഈ ടെക്നോളജി വന്ന്, പുതിയ ആപ്ലിക്കേഷൻസ് വന്ന്, സോഫ്റ്റ്വെയർ വന്ന്, ഇത് കൂടുതലും ഞാൻ പറയാം ഇത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡാണ് കൂടുതലും. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന എൻ്റർപ്രണർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അയാൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്, മെനു ബേസിലാണ്. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ പേയ്മെൻറ്റ് ഇതാണ്, റെസിപ്റ്റ് ഇതാണ്, സെയിൽസ് ഇതാണ്. ഇന്ന് നമുക്ക് വൺ ഷോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്തതിന് ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പിന്നെ ഒരു പരിധി വരെയെങ്കിലും ഒരു അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പ്രാധാന്യം ഒരിക്കലും എന്തില്ല, ഇത് കുറച്ച് കാണാൻ കഴിയുന്നില്ല. കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പല വർക്കുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഒരു മാനേജർ എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ടേ അറിയൂ, ഇയാളിത് കൊടുത്തപ്പോൾ റിസൾട്ടേ അറിയൂ. ഈ റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു അക്കൗണ്ടൻറ്റിനെ അറിയൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു എക്സ്പെൻസ്. ഇപ്പോൾ പിന്നെ ഞാനും നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ് നോക്കുക. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയൊരു സാധനം അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോയ സമയത്ത് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു. കമ്പനിക്ക് അത് ആവശ്യമാണ്. നമ്മളെ അക്കൗണ്ടിൽ പറഞ്ഞു, ബില്ല് അയച്ചു കൊടുത്തു, ഞാൻ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്, 50,000 ആണ് ആയിട്ടുള്ളത്, ഒന്ന് ചിലവിലിട്ടോ എന്ന് പറയും. ഒരു മാനേജർ, ഒരു എൻ്റർപ്രണർ ചിലപ്പോൾ അത് ചിന്തിക്കുക, ഞാൻ 50,000 രൂപ ചിലവാക്കി മൊബൈൽ. അപ്പോൾ അയാളെ കണക്കിൽ അയാൾ എന്ത് ചെയ്യും, ചിലവിൽ എഴുതി വെക്കും. പക്ഷേ ഒരു അക്കൗണ്ടൻ്റ് എങ്ങനെ ചിന്തിക്കുക, ഇത് ചിലവല്ല, ഫോൺ എന്നുള്ള സാധനം നമ്മളെ അസറ്റാണ്. അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഇത് എന്താണ്, ഇത് അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ലിയാബിലിറ്റി ആണോ, ഇൻകം ആണോ, ഈ കാര്യങ്ങൾ, ഇതുപോലെ പല കാര്യങ്ങൾ, ഇതുപോലെ പല അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികളുണ്ട്, ഇയറിൻ്റെ ക്ലോസിങ് പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാസത്തെ കണക്കെടുക്കുക. മിക്കവാറും സ്ഥാപനങ്ങൾ പിന്നെ ഒരാൾക്ക് ശമ്പളം ഇപ്പോൾ ഒക്ടോബർ 2025 സാലറി മിക്കവാറും എപ്പോഴായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, നവംബർ ഫസ്റ്റിലായിരിക്കും മോസ്റ്റ് പ്രോബബിളി കൊടുക്കുന്നുണ്ടാവുക, അല്ലേ? നേരെ മറിച്ച് അത് നമ്മൾ ആ സമയത്താണ് അക്കൗണ്ട് ചെയ്യുന്നത്, ഒക്ടോബറാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. കാരണം അത് പെർട്ടൈനിങ് ടു ഒക്ടോബറിൽ നമ്മൾ ഒക്ടോബറത്തെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒക്ടോബറിൽ ആണ് ഇയാളെ സാലറി പേ ചെയ്തേണ്ടത്, അല്ലെങ്കിൽ അതിലെ എക്സ്പെൻസിലാണ് വരേണ്ടത്. അതിന് ഡ്യൂ ബേസ് എന്നാണ് പറയുക. അക്കൗണ്ടിങ് ഈസ് ഓൺ ഡ്യൂ ബേസ് ആണ്. എപ്പോഴാണ് ഡ്യൂ ആണ് അപ്പോഴാണ് അത് കയറേണ്ടത്. പിന്നെ എന്നാൽ മറ്റേത് നമ്മൾ അടുത്ത മാസം റെക്കോർഡ് എങ്ങനെ ചെയ്യുന്നതെങ്കിലോ അത് ഹിസ്റ്റോറിക്കൽ ബേസ് എന്നാണ് പറയുക. അതിന് എപ്പോഴും വെനെവർ ഇറ്റ് ഈസ് ഹാപ്പൺ അപ്പോൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ അതല്ല അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബേസിൽ, അക്രൂവൽ ബേസ് എന്ന് കൂടെ പറയാം. എപ്പോഴാണോ അത് അക്രൂവ് ആവുന്നത് അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇത് പിന്നെ ഇവരെ ചിലപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് വന്നിട്ട് ഇവരെ ചിലപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യും വേണ്ടി വരും. മാത്രമല്ല ഇയാളത് എന്ത് ചെയ്യണം, ആ ഒരു എൻ്റർപ്രണർ അത് ആ പോസിറ്റീവ് എടുക്കും വേണം, ഉൾക്കൊള്ളാനും പറ്റും വേണം. ഇങ്ങനെ വേണ്ടേ എന്നുള്ളത് പലപ്പോഴും പറയാമല്ലേ. അപ്പോൾ അതിൽ അവരും ഇത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്, ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിലേക്ക് ഒരു എൻ്റർപ്രണറും എന്ത് ചെയ്യണം, അപ്പോൾ അതും കൂടെ അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ നമ്മുടെ വർക്ക് ഈസിയാക്കാൻ ഇപ്പോഴത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അവരെ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്.
പിന്നെ ടൈമിംഗ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. മാത്രമല്ല ഡാഷ്ബോർഡുകൾ റിവ്യൂ തരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ഡാഷ്ബോർഡുകൾ നമുക്ക് തരുന്നുണ്ട്, സൈന് സൈനുകളൊക്കെ തരണം. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ വളരെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരു മൊബൈൽ വാങ്ങിച്ചു, സ്വാഭാവികമായിട്ടും ചിന്തിക്കുക നമ്മളത് നമ്മളെ എക്സ്പെൻസാണ്, ചിലവിലേക്കാണ് കണക്ക്. പക്ഷേ അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ആ സാധനം ശരിക്കും അസറ്റാണ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടൻറ്റിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളൊരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരു എൻ്റർപ്രണർ ചെയ്യുന്ന കോമൺ തെറ്റുകൾ എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് ചെയ്യുന്ന കുറേ ഫാൾട്ടുകൾ ഉണ്ടാവും. അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊക്കെ റിക്കവർ ചെയ്യാമെന്നൊന്ന് പറയാം. നല്ലൊരു ചോദ്യമാണ്. പിന്നെ തീർച്ചയായും ഇത് ഒരാളും ചെയ്യാത്തുണ്ടാവില്ല. അയാൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസ് ഈസ് എ ലീഗൽ പേഴ്സൺ, അതൊരു പേഴ്സണാണ്. അപ്പോൾ ആ പേഴ്സൻ്റെ പൈസ ഉണ്ടാവും, പിന്നെ എൻ്റർപ്രണർ വേറൊരു പേഴ്സണാണ്. ഓക്കെ, ഈ എൻ്റർപ്രണർ എന്ത് ചെയ്യും, ഈ ക്യാഷും മിക്സ് ചെയ്യും. ബിസിനസ്സിൻ്റെ പൈസ ഏതാണ്, എൻ്റെ പൈസ ഏതാണെന്ന് അറിയാതെ മിക്സ് ചെയ്തിട്ട് ഇയാൾ അതെന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ പിന്നെ അയാളെ പൈസ ഉണ്ടാവില്ല, അപ്പോൾ ബിസിനസ്സിൻ്റെ പൈസ ഉണ്ടാവും, അത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മിക്സ് ചെയ്യും. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ പിന്നീട് ഉണ്ടാകും. പിന്നെ എപ്പോഴെങ്കിലും ഒരു പിന്നെ ടാക്സ് ആക്കുന്ന സമയം വന്നു, അതല്ലെങ്കിൽ ലിയബിലിറ്റി ഒക്കെ വന്നു, അപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. ബിസിനസ്സിൽ ക്യാഷ് ഉണ്ടാവും, കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ബൈക്കിൽ പിന്നെ പാൽ ഒഴിക്കുക, ഫ്രിഡ്ജിൽ പെട്രോളും വെക്കുക, ഇതുപോലെയാണിത്. ഇത് രണ്ടും ഇതിനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് പിന്നെ വളരെ വീക്കായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡോക്യുമെൻറ്റിങ്, അതായത് ഇപ്പോൾ പിന്നെ ഒരു എൻ്റർപ്രണർ പിന്നെ അയാളെ ഒഫീഷ്യലായി പോയി അയാളെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു, അയാൾ പെട്രോൾ അടിച്ച് ചിലവ് കൊടുക്കും. ഓക്കെ, ഈ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, അയാളുടെ ബില്ല് ചോദിക്കണം, സപ്പോർട്ട് ഡോക്യുമെൻറ്റ് പോയി ഇത് വാങ്ങിച്ച് ഫയൽ ചെയ്യണം. ഈ എൻ്റർപ്രണർ ചിന്തിക്കാൻ പാടില്ല, ഓൻ ആരാണ് എന്നോട് ചോദിക്കാൻ, എൻ്റെ ബിസിനസ് എൻ്റെ ഓനാരെ ചോദിക്കാൻ പാടില്ല. പിന്നെ അക്കൗണ്ടിന് നിർബന്ധമായും ചോദിച്ചിരിക്കണം. കാരണം എന്താ, അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി അതാണ്, അയാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തുന്നത് അതാണ്, അയാൾ ഡ്യൂട്ടി ചെയ്യണം, ചോദിച്ച് വാങ്ങിയേ പറ്റുള്ളൂ. ഒരു പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തപ്പോൾ, ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു പിന്നെ മാനേജിങ് ഡയറക്ടർ, നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിലാണല്ലോ, അപ്പോൾ അയാൾ എനിക്കൊരു ഉപദേശം തന്നു. അത് എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു കോട്ട് അയാൾ പറഞ്ഞു, ഒരു സ്ഥാപനത്തിലും അക്കൗണ്ട്സ് ചെയ്യുന്ന ആളെ ആ സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ചോദിക്കുമ്പോൾ 5 പൈസ കൊടുത്ത് നിങ്ങൾ അതെന്ത് ചെയ്തു, ആരും ചോദിക്കുമല്ലോ, നിങ്ങൾ ബിസിനസ് ട്രിപ്പ് പോയപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് 50,000 റുപ്യ തന്നിരുന്നു, അതിൻ്റെ കണക്ക് തരൂ ചോദിക്കുമല്ലോ. അപ്പോൾ അത് ചോദ്യങ്ങൾ കൂടുതലായിരിക്കും. ഇവർക്ക് ഇത് ഇവരെ പണിയാണ്, പൈ ടു പൈ ഇവർ കണക്ക് ഇവരെ പണിയാണ്. അപ്പോൾ അത് ഒരു പിന്നെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അങ്ങനെ സാധാരണ പറയാറുണ്ട്. പിന്നെ ലേറ്റ് കമ്മ്യൂണിക്കേഷൻ, മിക്കവാറും ഈ എൻ്റർപ്രണേഴ്സ് ആയിരിക്കുമല്ലോ കൂടുതൽ സ്പെൻഡ് ചെയ്യണത്, ദേർ ഓൺ സ്പെൻഡിങ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അവർ ബിസിനസ്സുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന, അവരെ കണക്കുകൾ ഇവരെന്ത് ചെയ്യില്ല, ടൈമിൽ കൊടുക്കില്ല. അപ്പോൾ അക്കൗണ്ട്സിന് എപ്പോഴും ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അക്കൗണ്ട്സിൽ ശരിക്ക് അതിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ വേറെ എൻ്റെ ഒരു സീനിയർ എൻ്റെ അടുത്ത് ഒരു വൺ ടൈം പറഞ്ഞത്, പിന്നെ ഞാനെൻ്റെ കണക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഇത് വൈകുന്നേരം ഇട്ടിട്ട് ഇത് തിരുത്തി ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്കൗണ്ട്സിൽ ഒരിക്കലും വൈനർ ഉപയോഗിക്കാൻ പാടില്ല, പെന്ന് മാത്രം ഉപയോഗിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ സ്ട്രൈക്ക് ചെയ്യുക, അവിടെ എഴുതുക. കാരണം എന്താണ് തെറ്റ് പറ്റിയെന്ന് കൂടെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത്രയും പിന്നെ അത്രയും ക്ലിയർ ആയിരിക്കണം അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇയാൾ എന്ത് ചെയ്യണം, ലേറ്റ് ആകാൻ പാടില്ല. ഇന്നലത്തെ കണക്ക് ഇന്ന് തരിക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനാണ്, അത് സ്പോട്ടിൽ തരിക, കണക്ക് പെട്ടെന്ന് കണക്ക് തീർക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു പീരീഡിക്ക് വെച്ചിട്ട്, ഇപ്പം അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ മാസത്തെങ്കിലും എന്ത് ചെയ്യരുത്, ഈ മാസം തരുന്ന രീതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇഗ്നോറൻസിൻ്റെ ഈ കോംപ്ലയൻസ് ഇഗ്നോറൻസ്, അതായത് പല കാര്യം ഇപ്പോൾ നമുക്ക് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അത് ഫയലിങ്ങും മറ്റ് കോംപ്ലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കോംപ്ലയൻസസ് ഉണ്ടാവും. അതായത് GST കോംപ്ലയൻസ്, ടാക്സ് IT ഫയലിംഗ്, ഇവ കാര്യങ്ങൾ. ഇതിലൊക്കെ ഇവർക്ക് പിന്നെ പൊതുവെ കണ്ടുവരുന്നത് ഇതിലൊക്കെ ഒരു സീരിയസ്നെസ് ആ ലാസ്റ്റ് മൊമെൻറ്റിലെ സീരിയസ്നെസ് കാണിക്കുള്ളൂ. അതെ. അപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഓവർ ഡിപ്പെൻഡിങ് ഓൺ ഗഡ് ഫീലിങ്ങിലാണ്, അവരുടെ ഗഡ് ഫീലിങ്ങിലാണ് കൂടുതൽ. അതായത് ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കുമോ, ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടല്ലേ, ഓക്കെ വെരി ഗുഡ്, ഐ എം ഡൂയിങ് ഗുഡ് എന്നാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷേ ആ ബാങ്ക് ബാലൻസിലുള്ള പൈസ എന്തിനാണ്, ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്, അല്ല ഇതില്ല നമ്മളതാണോ എന്നുള്ള ഫീലിംഗ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു പിന്നെ ഗഡ് ഫീലിങ്ങിൽ അവർ അല്ലെങ്കിൽ സെയിൽസ് ഭയങ്കര സെയിൽസ് കണ്ടാൽ ഓക്കെ ഐ എം വെരി ഡൂയിങ് വെരി ഗുഡ്, നേരത്തെ പറഞ്ഞ ഡ്രൈവറെ പോലെ ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്,
പക്ഷേ ഓർക്കണ്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നല്ല സെയിൽസ് കാണുമ്പം ഒരു ഹോട്ടലിലെ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. വളരെ കൂടുതൽ സെയിൽസ് കാണുമ്പോൾ പക്ഷേ എന്താണ് ഇതിലുണ്ടാവില്ല, വലിപ്പിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗഡ് ഫീലിങ്ങിലാണ് ഇവർ കൂടുതലും പിന്നെ ഡിപ്പെൻഡ് ആവുന്നത്. അങ്ങനെ പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതെ, ഓക്കെ. സാധാരണ ആളുകൾ അങ്ങനെ കോമൺ ആയിട്ട് പല മിസ്റ്റേക്കുകളും വരുത്താറുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അനിശ്ചിത കാലത്തേക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തേക്ക് നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? അതെ, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പ്, ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെയാണ് പിന്നെ ഒരു ബിസിനസ്സിനെ ഒരു നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ റിസർവ് ഫണ്ട് വെക്കേണ്ടി വരും. നമ്മളെ ഫണ്ടിൽ നിന്ന് നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർവ് ഫണ്ട് വെക്കും. ഇത് സർപ്രൈസസ് മീറ്റ് ചെയ്യാണ്. പല സർപ്രൈസും വരും, ഹിഡൻ ലോസ് വരും, ക്യാഷ് ക്രഞ്ച് വരും. പിന്നെ കോവിഡ് സമയത്ത് അറിയാം, ഓഫ് സെയിൽസ് കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഇങ്ങനെ വരുന്ന പല അൺഫോർസീൻ പിന്നെ സർപ്രൈസുകളും പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പിന്നെ എന്ത് വേണം, റിസർവ് ഫണ്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ. അതെ, ഇത് എപ്പോഴും യൂസ് ആവില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, പക്ഷെ അത് എന്നും യൂസ് അല്ലല്ലോ, ഡെയിലി യൂസ് ഇല്ലല്ലോ, ആവശ്യം വരുമ്പോഴേ യൂസ് ഉള്ളൂ. അതെ, അതുപോലെയാണ് ഈ ഒരു ഇത്. പിന്നെ ഇവർ ഡെപ്റ്റ് കൺട്രോൾ പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കൊടുക്കുന്നതും അതിൻ്റെ പീരീഡും അതിൻ്റെ കളക്ഷൻ പീരീഡും ഈ ഒരു സൈക്കിള് അതിനൊക്കെ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ പിന്നീട് ഇൻഷാല്ലാ നമുക്ക് അവസരങ്ങൾ ഇവരാണ് കൂടുതൽ പറയാം. അതിൻ്റെ റേഷ്യോസ് ഉണ്ട്, അതായത് അതിൻ്റെ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയാം. എത്രയാണ് ഈ സമയത്തുള്ള കളക്ട് ചെയ്ത് വരുന്നത്, എത്ര ദിവസം കൊണ്ട് വരണം, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമ്മൾ നോക്കണം. പിന്നെ അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പിന്നെ എല്ലാ ബിസിനസ്സും നമ്മളെ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ വളരെ നന്നായി തോന്നുന്നു. കാരണം ഈ ഹെൽത്തിനെ പോലെ നമ്മളെ ഹ്യൂമൻ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിൽ കൂടെ, ഇൻക്യുബേഷൻ മുതൽ നമ്മൾ ഗ്രോത്ത് കഴിഞ്ഞ് പിന്നെ സാറ്റുറേഷൻ, അത് ബിസിനസ്സിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. ബിസിനസ്സിനും അതുപോലെ ഒരു ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ലൈഫ് സൈക്കിളിലും ഓരോ സൈക്കിളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഗ്രോത്ത് സൈക്കിളായിരിക്കും നമുക്ക് ഏറ്റവും നമ്മൾ പിന്നെ പ്രോഫിറ്റ് എടുക്കണം. പിന്നെ അത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് പോണ സ്റ്റേജ് അപ്പോഴേക്കും വേറെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും, പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. നമ്മളെ സ്റ്റേജ് ഏകദേശം തീരാൻ പോവാം. നമുക്കത് തുടങ്ങാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല നമ്മളെ സ്റ്റേജ്. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻകം ഡൈവേഴ്സിഫൈ ചെയ്യണം. ഒരു പീക്കിലെത്തുമ്പോഴേക്കും നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ പീക്കിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, നമ്മൾ ആൾവേസ് ഇവിടെ ഈ ചെയറിൽ നമ്മൾ ഉണ്ടാവും വിചാരിക്കരുത്, കംഫർട്ടബിൾ ഫീൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഇൻകത്തിൻ്റെ പാട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സിമിലർ ബിസിനസ് നമ്മളെ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ബൈ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഒരു വേറെ വെർട്ടിക്കലാക്കിയിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പരിചയമുള്ള നമുക്കറിയുന്ന ബിസിനസ് തന്നെ ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് വരുന്നുണ്ടാവും, അത് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുക. പിന്നെ ഈ സമകാലിക കാര്യങ്ങളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രെൻഡ് മനസ്സിലാക്കുക. അതെ, ട്രെൻഡ് മനസ്സിലാക്കുക, റൂൾസും ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം പല ബിസിനസ്സുകളിലും ഇന്നത്തെ ഒരു ചലഞ്ചിങ് അതാണ്. ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്റ്റൈൽ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ പോകും. അതെ, നോക്കിയക്കാർക്കൊക്കെ സംഭവിച്ച അവസ്ഥ അതാണ്. പിന്നെ നമ്മളിപ്പോൾ ബിസിനസ്സുകളെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജൊക്കെ സംസാരിച്ചു. അപ്പോൾ ഫൈനലായിട്ട് നമ്മളൊരു യുവ സംരംഭകർക്ക് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, അവരോട് നമുക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? നമ്മൾ ആദ്യം സംസാരിച്ചപ്പം ഈ യുവ സംരംഭകർ കൂടുതലും പിന്നെ പാഷൻ്റെ പുറത്താണ് കൂടുതൽ ബിസിനസ് ചെയ്യണം നമ്മളൊരു സംസാരം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഡിസിപ്ലിൻ എന്നുള്ള ഭാഗം അവർ പിന്നെ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചിന്തയുണ്ട്, ഇഗ്നോർ ആയി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാച്ചാണ് നമ്മൾ കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ എൻ്റർപ്രണേഴ്സിനോട്. ഇത് പാച്ച് ചെയ്യണം, ഈ ഡിസിപ്ലിൻ പാച്ച് ചെയ്യണം. ഇതിന് പാച്ച് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നിങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കണം. ബിസിനസ് അക്കൗണ്ടിങ് എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ഞാൻ പറഞ്ഞു ബിസിനസ്സിന് പലതും നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, നിങ്ങളടുത്ത് പലതും പറയാനുണ്ട്. അതിൻ്റെ ബേസിൽ നിങ്ങൾ ആക്ട് ചെയ്യണം, അതിന് പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ബേസിക്കലി പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വകാരം. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ അത് കുറച്ച് ഒന്ന് അറിയണം, അതിൻ്റെ ഫീൽഡ് കൂടി കുറച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്
എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പിന്നെ അവരെ ഓഫീസൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റെക്കോർഡിങ്, പിന്നെ റെക്കോർഡ് കീപ്പിങ്, അതുപോലെ പിന്നെ റിവ്യൂ മീറ്റിങ്സുകൾ, ഇതൊക്കെ എന്താ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. റിവ്യൂ മീറ്റിങ്സൊക്കെ സമയത്ത് നടത്തുക, പിന്നെ പ്രോപ്പർ റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ അക്കൗണ്ടിങ്ങിൽ കുറച്ച് ബേസിക് നോളജൊക്കെ അക്വയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവരെ പാഷൻ്റെ കൂടെ തന്നെ അവർക്ക് വളരെ സംതൃപ്തിയോട് കൂടി ആ പാഷന് പിന്നാലെ പോകുന്നത് കൂടി ഇതിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അവരുടെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്യും. ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. സാർ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പാഷൻ്റെ കൂടെ ഈ ഒരു ഡിസിപ്ലിൻ കൂടി മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബൂസ്റ്റിംഗ് കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സംബന്ധമായ, അക്കൗണ്ടിങ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇതിന് തൊട്ട് മുന്നേ ഇതിൻ്റെ ഒന്നാം ഭാഗം വേറൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 15 വർഷത്തോളം അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവൃത്തി പരിചയമുള്ള, ഈവൻ നമ്മളെ ലാസ്റ്റ് ഖത്തർ ഫുട്ബോൾ ടൂർണമെൻറ്റ്, അതുപോലെ FC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ അങ്ങനെ അന്താരാഷ്ട്ര പ്രോഗ്രാമുകൾ ഫൈനാൻസ് സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള ജസ്മൽ അലി CP ആയിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.